ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആള് ഭയങ്കര ക്ഷീണത്തിലാണ്. ബബുച്ച ഹലോ ഗൈസ്, എവിടെ ബബുഷ ഹലോ ഗൈസ് കേട്ടിട്ട് വന്നതാ. മീത്തേട്ടന്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പം അതിന് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഭാവിക്ക് വരാൻ പറ്റില്ല. അപ്പം ഞാൻ ഒരുപാട് ഫങ്ഷൻസ് ക്യാൻസൽ ചെയ്തിരുന്നു. ആൾക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ മീത്തേട്ടൻ്റെ ആയനെ കൊണ്ട് ഞാനൊന്ന് പോയി വരികയാണ്. ആൾക്ക് ഇപ്പം ഭയങ്കര ഛർദിയും ക്ഷീണൊക്കെയാണ്. അപ്പം ഇങ്ങനത്തെ ക്ഷീണമായതിനെ കൊണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. സങ്കടം ഉണ്ടോ വരാത്തതിൽ? ഉണ്ടോന്നോ, എത്ര ദിവസമായിട്ട് കാത്തിരിക്കുന്ന ഈ ഒരു ഡേക്ക്. കാരണം ആദ്യം മുതലേ മീത്തേട്ടൻ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ആഗ്രഹിച്ചു അവിടെ പോയി നിൽക്കണം. ഔട്ട്ഫിറ്റ് എന്ത് ഇടണം എന്റെ മനസ്സിൽ ഫുൾ പ്ലാൻ ചെയ്ത് വെച്ചത്. മീത്തേട്ടൻ നമ്മളെ പരേക്കൂടലിന് അന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തൊക്കെ ഭയങ്കര ഓർമ്മയായിരുന്നു. നമ്മളത് അവിടെ പോയിട്ട് റീക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അതിനൊന്നും പറ്റിയില്ല. മീത്തേട്ടനോട് എന്തായാലും ആളൊന്ന് റെഡി ആയിട്ട് നമ്മൾ 2 ദിവസം നിൽക്കാൻ വേണ്ടി വരും. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പരിപാടിക്ക് പോകാം. രാവിലെ 3:30 ആയപ്പോഴായിരുന്നു ഈ ഗണപതി ഹോമൊക്കെ തുടങ്ങിയത്. ആ സമയത്ത് തന്നെ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാനും എത്തിയിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ ഏട്ടനും ഏച്ചിയും തന്നെ പറയാം എന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അവരുടെ ഈ സന്തോഷത്തിൽ കൂടെ ഉണ്ടാവാൻ വേണ്ടി സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ചടങ്ങ് ഞാൻ നമ്മളെ ഭാഗത്ത് കണ്ടിട്ടില്ല. ഇങ്ങനൊരു ചുറ്റുന്നത് ചിലപ്പോൾ ഉണ്ടാവട്ടെ, ഞാൻ കണ്ടിട്ടില്ല എന്നേ പറയുന്നുള്ളൂ. വീട് 1-2 വട്ടം അവർ പ്രദക്ഷിണം വെച്ചിട്ട് ഉള്ളിലേക്ക് കയറുന്നു. ആ നമ്പൂതിരി അതിനെ പറ്റിയൊരു കാര്യം പറഞ്ഞിരുന്നു. മഹാലക്ഷ്മിയെ വീട്ടിലേക്ക് കയറ്റുന്ന രീതിയിലൊരു ചടങ്ങാണത്. അത് കഴിഞ്ഞിട്ട് അവരുടെ പൂജാമുറിയിൽ ആ വിളക്കൊക്കെ വെച്ചു. ഐശ്വര്യമായിട്ട് അവരൊക്കെ ഇപ്പം മനസ്സ് വളരെ നിറഞ്ഞ നിമിഷമായിരുന്നു. എന്നിട്ട് നമ്മളൊരു 7:45 പാല് കാച്ചാൻ പോയത്. അതായിരുന്നു അതിൻ്റെ ഒരു ടൈം. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അന്നേരം. ഈ വർഷം 1-ാം തീയതി ആയിരുന്നു കേട്ടോ പാല് കാച്ചിയത്. ആ ദിവസം ഈ ഒരു രൂപത്തിലായിരുന്നു വീട്. 4-ാം തീയതി ആയിരുന്നു ഫംഗ്ഷൻ. ചെറിയ ചെറിയ പണികളെല്ലാം ബാക്കിയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാൻ സോഫ, ബെഡ്, അങ്ങനത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഓരോരോ ഓട്ടത്തിലായിരുന്നു. നമുക്കൊന്ന് ഹോം ടൂർ കണ്ടാലോ? ഞാൻ ഫുള്ള് നിങ്ങൾക്ക് വീട് കാണിച്ചു തരാം. ഇപ്പം ഞങ്ങൾ കാണുന്നതിൽ എന്ന് വെച്ചാൽ 1-ാം തീയതി ആയിരുന്നു. എല്ലാം സെറ്റാക്കിയിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 4-ാം തീയതി ഞാൻ എടുത്ത വീഡിയോയിലേക്ക് പോകാം. എന്ന് വെച്ചാൽ ഫുൾ സെറ്റായിട്ടുള്ള ലിവിങ് റൂമിൽ ഒരു അടിപൊളി ലൈറ്റ് ഉണ്ട് കേട്ടോ. അതാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ് നേരിട്ട് കാണാൻ. വീഡിയോയിൽ എത്രമാത്രം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല അടിപൊളി വീടാണ്. സോഫയൊക്കെ ഒരു ബേജ് കളർ അവർ കസ്റ്റമൈസ് ചെയ്തതാണ്. അതുപോലെ തന്നെ TV യൂണിറ്റിൻ്റെ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവരുടെ ഹോൾ ഡബിൾ ഹൈറ്റ് ആണ്. നല്ല രസമാണ് അവിടെ നിന്ന് കാണാൻ. കണ്ടോ, ഡബിൾ ഹൈറ്റ്. ആ കർട്ടനൊക്കെ നല്ല ഹൈറ്റിലാണുള്ളത്. അതേപോലെ തന്നെ എല്ലാം ഓട്ടോമേഷൻ ചെയ്താണ്. നമുക്ക് റിമോട്ടിൽ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പൂജാ യൂണിറ്റ്, അത് നല്ല വലിയൊരു കൃഷ്ണൻ, തൊട്ടടുത്തൊരു ബുദ്ധ ഭഗവാന്റെ പ്രതിമ, അവിടെ ഒരു സിറ്റിംഗ് ഏരിയ, കോട്ടിയാട് എന്നൊക്കെ പറയുന്ന പോലെ നല്ല ഭംഗിയുണ്ട് അവിടെ ഇരിക്കാനും. അവർക്ക് മീത്തേട്ടൻ മിരിച്ചേ കണ്ടൻ്റൊക്കെ ആലോചിക്കാനൊക്കെ പറ്റിയ സെറ്റ് സ്ഥലമാണ്. എനിക്കത് ഈ വീട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് വെച്ചാൽ ലിവിങ് റൂമും അതേപോലെ തന്നെ ഈ ഒരു ബുദ്ധൻ്റെ സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാം. ഈ ഒരു ഫോട്ടോ കൃഷ്ണൻ്റെ രാധേൻ്റെ അവർ ചെയ്യിപ്പിച്ചാൽ തോന്നുന്നു. നല്ല വലുപ്പത്തിൽ നല്ല ഭംഗിയിലുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ നല്ല വലുതാണ്. ഇതാണ് മിത്തേട്ടൻ്റെ റൂം. അതൊരു ബീച്ച് കളർ, അങ്ങനെയല്ലേ പറയുക, ആ ഒരു കളർ കോഡിലാണ് മിത്തേട്ടൻ്റെ ഫോട്ടോ. മിത്തേട്ടനും മിരിയേച്ചിയും മിലിയൊക്കെ വെച്ചൊരു അടിപൊളി ഫോട്ടോ ഉണ്ട്. ഇത് അവരുടെ കൈ കേട്ടോ. അവരുടെ കൈ ചെയ്തെടുത്താണ്. എന്തോ ഒരു ക്ലേയിലോ എന്തിലോ ഒന്ന് ചെയ്തെടുത്താണ്. അതുപോലെ തന്നെ ഈ റൂം നല്ല രസമാട്ടോ. കാണാനൊരു പ്രത്യേക ഒരു ഫീലാണ്. വീഡിയോയിൽ എത്രമാത്രം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. ഈ വീട്ടിൽ എനിക്ക് പോയിടത്തോളം ഞാൻ വീഡിയോയിൽ കണ്ടതിലും നേരിട്ട് അവിടെ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കുറേ അറിയുക. സ്വിച്ചും അടിപൊളിയാട്ടോ. ഞാൻ അവിടെ നോട്ടീസ് ചെയ്തതാണ്. സ്വിച്ച് ബോർഡ് നല്ല ഭംഗിയുള്ള എല്ലാ സ്വിച്ച് ബോർഡും കസ്റ്റമൈസ് ചെയ്ത പോലത്തെ ഒരു അടിപൊളി സ്വിച്ച് ബോർഡ്. പുറത്താണ് വാഷ് ബേസിനുള്ളത്. അവിടെ ഒരു സിറ്റിംഗ് ഏരിയ ടൈപ്പ് ഉണ്ട്. അവിടെ ഒരു ഗ്ലാസ്, എന്താ പറയുക, സ്ലൈഡിങ് ഗ്ലാസ് ഡോറാണ് പുറത്തേക്ക് പോകുന്നത്. ഡൈനിങ് ഏരിയ തൊട്ടടുത്ത് തന്നെ ഓപ്പൺ ഐലൻഡ് കിച്ചണാണ്. ഒരു
നല്ലൊരു സ്റ്റാൻഡേർഡ് കിച്ചൺ എന്ന് തന്നെ വേണേൽ പറയാം. ചിമ്മിണി എല്ലാ സെറ്റപ്പും ഉള്ള, അവിടെ ആണെങ്കിൽ ഡിഷ് വാഷർ, ഓവണ്, അതുപോലെ തന്നെ ഇവിടെ CCTV അങ്ങനെ എല്ലാം ഉണ്ട്. അവിടെ കാണുന്ന ഒരു ഡോറ് കണ്ടില്ലേ, ഗ്രീൻ ഡോറ്, അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്റ്റോർ റൂമാണ് വരുന്നത്. പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കിണർ, പിന്നെ നമുക്ക് പോകുന്ന കോർട്ട്യാർഡിലേക്ക് പോകുന്നൊരു സ്പേസാണ് വരുന്നത്. ഇത് സ്റ്റെയർ റൂമിന് താഴെയായിട്ടൊരു ഇരിക്കുന്ന ഊഞ്ഞാലുണ്ട്. അത് നല്ലൊരു രസം, ഒരു രാജകീയമായിട്ടുള്ളൊരു ഊഞ്ഞാലെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് യൂണിറ്റ് ഉണ്ട്. ഇത് മീത്താട്ടിന് കിട്ടിയ അവാർഡുകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നല്ല ഭംഗിയിൽ വെച്ചതാണ്. അത് ഒരു മരമാണെന്ന് തോന്നുന്നു, മരം തന്നെയാണ്, അതിൽ സെറ്റാക്കി വെച്ചതാണ്. താഴത്ത് മീത്താട്ടിൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ റൂമാണിത്. അത് പാരൻസ് റൂം എന്ന് പറയാം. നല്ല ഭംഗി രീതിയിൽ തന്നെ അതും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായി കമൻറ്റ് ചെയ്യുക. ഇവിടെ ഫുൾ ഹൈറ്റിൽ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, സീലിംഗ് ഹൈറ്റ് നല്ല രീതിയിലുണ്ട്. ആ രീതിയിൽ നല്ല ഭംഗിയുള്ളൊരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കെൻസ് ബിൽഡേഴ്സ് അവരാണിത് ചെയ്തത്. അവരുടെ ഓണറായിട്ടൊക്കെ പരിചയപ്പെട്ടിരുന്നു. നല്ല മനുഷ്യനായിരുന്നു. നല്ല രീതിയിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അടിപൊളി വർക്കാണ്. താഴത്ത് 2 റൂമാണ് വരുന്നത്. നമുക്കിനി മുകളിലോട്ട് കയറാം. എന്താ പറയുക, സ്റ്റീലിൽ വുഡൻ സ്റ്റെയർസാണ് വരുന്നത്. മുകളിൽ കയറുന്ന ഒരു ലാൻഡിങ്ങിൽ ഒരു ബാൽക്കണി വരുന്നുണ്ട്. നല്ല രസമുള്ളൊരു ഏരിയ ആണ്. അത് കഴിഞ്ഞിട്ട് കയറി വരുമ്പം തന്നെ ഒരു ബാർ യൂണിറ്റ്, അത് സെറ്റാക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും സെറ്റാക്കുക. പക്ഷേ അതിൻ്റെ എല്ലാം ഇൻറ്റീരിയറൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു ബ്ലൂയിഷ്, അതേപോലെ തന്നെ ഒരു വൈറ്റ് മാർബിളൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത് മുകളിലത്തെ ഒരു റൂമാണ്. ഇത് ഗസ്റ്റ് റൂമാണോ എന്താണെന്ന് എനിക്കറിയില്ല. സത്യം ഗസ്റ്റ് റൂം ആയിരിക്കും ചിലപ്പോൾ, കാരണം അത്രേ ആൾക്കാർ ഇവിടെ ഉള്ളൂ താമസിക്കാൻ. അതുപോലത്തെ ഒരു മുകളിലൊരു റൂമുണ്ട്. അതൊരു ഗ്രീനിഷ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ പേസ്റ്റൽ കളർ രീതിയിലാണ് ചെയ്ത്. താഴത്തെ റൂമിൻ്റെ അതേ ഒരു ഓഫ്സെറ്റ് ചെയ്ത പോലെ വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ മുകളിലേക്ക് വരുന്ന അതേ സൈസ്. പക്ഷെ അവിടെ ഒരു ഊഞ്ഞാൽ വരുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയില്ലേ റൂമിൻ്റെ ഉള്ളിൽ ഒരു ഊഞ്ഞാൽ. ഇതൊന്നും നല്ല രസമുണ്ട്. ഇതൊന്നും പ്രതീക്ഷിക്കാണ്ട് വന്ന് കണ്ടതാണ്. ബാത്റൂം എല്ലാം അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ബാത്റൂം ഞാൻ അധികമായിട്ട് വീഡിയോ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് സ്റ്റെയറിൻ്റെ അവിടെ തന്നെ നല്ല അടിപൊളി ലൈറ്റ് ഉണ്ട് കേട്ടോ. ഈ ലൈറ്റും അടിപൊളിയാണ്. അതുപോലെ തന്നെ പുറത്തൊരു ടെറസ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞൊരു സ്റ്റെപ്പിലൂടെ മുകളിലോട്ടും, എന്ന് വെച്ചാൽ സോളാറൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ കയറാൻ വേണ്ടി മുകളിലേക്കും ഒരു സ്റ്റെപ്പ് ഉണ്ട്. മുകളിൽ 2 റൂമും താഴത്തെ 2 റൂമാണുള്ളത്. അതുപോലെ തന്നെ അവർക്കൊരു വാൾഡ്രോപ്പ് റൂമും കൂടിയുണ്ട്. എന്ന് വെച്ചാൽ മേക്കപ്പിനും അവരുടെ ഡ്രസ്സ്, ബാഗ്, വാച്ച് എല്ലാം വെക്കാൻ. അതൊരു അടിപൊളിയല്ലേ സത്യം പറഞ്ഞാൽ. നമ്മളിങ്ങനെ വന്നിട്ട് ഡ്രസ്സൊക്കെ ലൈറ്റിൽ കണ്ട് എടുത്ത് അടിപൊളി ഫീലായിരിക്കും അല്ലേ. ആ സെറ്റായിട്ട് അവർ പ്ലാൻ ചെയ്ത് ആദ്യം മീത്തടെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു റൂം വേണം എൻ്റെ വീട്ടിൽ. അവർ ഇവിടുത്തെ മുക്കും മൂലയും 2 പേരും ആഗ്രഹിച്ച് എങ്ങനെ പറയുക, എല്ലാം പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതാണ്. അത് അവരുടെ ഹോം ടൂറിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും. കാരണം നല്ല രസമുണ്ടാവും. അത് ആ വീഡിയോ വന്നിട്ടുണ്ട്, ഞങ്ങൾ മിരി ചാനലുണ്ട്, നിങ്ങളത് കാണുക. കാരണം ഇതിൻ്റെയൊക്കെ ബാക്കിലൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇപ്പോൾ ഈ കട്ടിലായാലും അതൊക്കെ അവർ പറയുമ്പോൾ അത് ഫീൽ ചെയ്ത് നമുക്ക് മനസ്സിലാവുക. ഇത് മുകളിലൊരു റൂമാണ്. എല്ലാ റൂമിലും ബേ സിറ്റിങ് അങ്ങനെയാണോ പറയുക, ബേബി സിറ്റിങ്, ഡോറിനടുത്തുള്ള ഇരിക്കാൻ പറ്റിയൊരു സ്പേസും ഉണ്ട്. ഈ റൂം കുറച്ച് ആൻറ്റിക് മോഡലാണ് സെറ്റാക്കിയത് തോന്നുന്നു. ഒരു വുഡൻ എന്താ പറയുക, സപ്തമഞ്ജര കട്ടിൽ എന്നൊക്കെ പറഞ്ഞ വലിയൊരു കട്ടിലൊക്കെ ഉണ്ട് അവിടെ. ഇത് അവരുടെ പോഡ്കാസ്റ്റ് റൂമാണ്. അത് വേണമെങ്കിൽ സ്റ്റുഡിയോ എന്നൊക്കെ പറയുന്നല്ലോ, വർക്ക് ചെയ്യാനും മറ്റേ ഇൻ്റർവ്യൂ സെറ്റപ്പ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സെറ്റ് ചെയ്തൊരു റൂമാണ്. അവിടെ പ്ലേ ബട്ടണൊക്കെ വെച്ചിട്ടുണ്ട്. മീത്തേട്ടൻ്റെ ഗോൾഡനും മിരിയേച്ചിൻ്റെ ഒക്കെ പ്ലേ ബട്ടൺ അവിടെ ഉണ്ട്. നല്ല രസമുണ്ട്. അവിടെയുള്ള ലൈറ്റും നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ ഹൗസ് വാമിങ്ങിന് ഈ റൂമിലായിരുന്നു അധികം ഇരുന്നത്. നമ്മളെല്ലാ ചെക്കന്മാരും ഫ്രണ്ട്സും എല്ലാവരും കൂടി ഇവിടെ ആയിരുന്നു ഇരുന്നത്. എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ മെയിൻ സംഭവം ഞാൻ പറയാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ചാൽ, ഒരു മിനിറ്റ്, ഇവിടുന്ന് താഴോട്ട് നോക്കാൻ നല്ല രസമാട്ടോ. ഞാൻ പറഞ്ഞു ഡബിൾ ഹൈറ്റ് ആണെന്ന്. ഇവിടുത്തെ മെയിൻ സാധനം, ഇവിടെ ഈ വീട്ടിൽ ഒരു ഗ്ലാസ് ഫ്രിഡ്ജ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഗ്ലാസ് ഫ്രിഡ്ജ് നമ്മൾക്ക് വയനാടൊക്കെ കണ്ടിട്ടുള്ളൂ. മീത്തട്ടൻ വീട്ടിൽ തന്നെ ഗ്ലാസ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയൊരു പുതിയ ഫീലാണ്. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇവിടെയാണ് നല്ലൊരു ബാൽക്കണി വരുന്നത്, ടെറസ് പോലത്തെ ഒരു ബാൽക്കണി ഏരിയ. പുറത്തേക്കൊക്കെ നോക്കാനും മീത്തേട്ടന് നല്ലൊരു വ്യൂ ഉള്ളൊരു സ്ഥലത്താണ് വീടുള്ളത്. എന്ന് വെച്ചാൽ റോഡ് സൈഡിൽ തന്നെ നല്ലൊരു വ്യൂ വീടിന് കിട്ടുന്ന രീതിയിൽ കിട്ടുന്ന വിജയമാണ്. അപ്പം ഇന്നത്തെ ഹീറോ നമ്മുടെ ഇത് സംഭവം എന്താ വെച്ചാൽ, ഞാൻ ഒരു വട്ടം എടുത്തു, എന്നിട്ട് ക്ലിക്ക് ചെയ്യാൻ മറന്നിട്ട് ഒന്നും കൂടി എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഹീറോ നമ്മുടെ മീത്തേട്ടൻ ആഗ്രഹിച്ച പോലെ, 2 ആൾ ആഗ്രഹിച്ച പോലെ ആ വീട് ഇന്ന് എന്താ പറയുക യാഥാർത്ഥ്യമായി അല്ലേ. നമ്മുടെ വിഷൻ കം ട്രൂ ആണ്.
എല്ലാവരുടെയും ആശീർവാദവും ബ്ലെസ്സിങ്ങും കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഒരുപാട് കൂടുതൽ ചെയ്യാൻ പറ്റി. സോ ഐ എം സോ ഹാപ്പി ആൻഡ് ഒരുപാട് അടിപൊളിയായിരിക്കും. നല്ല രസമുണ്ട് കാണാൻ വീട്. അന്ന് പണ്ട് മുതലേ മിത്തറിന് ആഗ്രഹിച്ച് അതേപോലെ രണ്ടാൾ ആഗ്രഹിച്ചത് അടിപൊളി വീട്. എന്തായാലും ഇതുപോലത്തെ ആഗ്രഹങ്ങൾ എനിക്ക് തോന്നുന്നു ഇന്നിപ്പം കഴിഞ്ഞ് 2 ദിവസത്തെ ഫംഗ്ഷനും കൂടി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഫംഗ്ഷനും കൂടി കഴിഞ്ഞിട്ട് സുഖമായിട്ട് ഇവിടുന്ന് ഉറങ്ങാമല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം ഒന്ന് ഒതുങ്ങി ബാൽക്കണിയിൽ പോയിട്ട് 2 കാപ്പി കുടിച്ചിട്ട് ഞാനും വരെയും റിലാക്സ് ചെയ്യുന്ന ആ ദിവസമായിരിക്കും എൻ്റെ ഏറ്റവും ദി ബെസ്റ്റ് ഡേ ഇൻ ലൈഫ്. ആ ദിവസമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാനും സെൻസിന് വരുന്നുണ്ട്. സെൻസിന് വരാൻ പറ്റിയിട്ടില്ല. ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. എന്തായാലും റെഡി ആയിട്ട് നമ്മൾ വരുന്നുണ്ട് 2 ദിവസം കൂടാൻ വേണ്ടി. അപ്പം അടിപൊളി വീഡിയോ ആണ്. ഫുള്ളും സെറ്റാക്കിയിട്ട് മീത്തേട്ടൻ ചാനൽ എന്തായാലും വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങൾ ഫുള്ളായിട്ട് അതിൽ കാണുക. അതുപോലെ തന്നെ ഒരു ചായക്കട മീത്തേട്ടൻ അന്ന് പാല് കാച്ചലിൽ അന്ന് ഇട്ടിരുന്നു. അവിടെ നിന്ന് ഒരു ചായയും കുടിച്ചിട്ടാണ് ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും മീത്തേട്ടനും മിരിയേച്ചിക്കും കൺഗ്രാറ്റ്സ്. അടിപൊളി വീടാണ്.